ഉണ്ടായ ഒരു അനുഭവത്തിന്റെ പുറത്താണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചേഞ്ച് ചെയ്യാനുണ്ടായത്. കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷയല്ല ആകെ തകിടം മറിഞ്ഞു. ഒരു 3rd 4th ഗ്രേഡ് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചെയ്തു തരാമെന്ന് പറയുന്നത് ശരിക്കും ഒരു സർവീസായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പാർട്ട് 2 വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഞങ്ങളോട് എൻക്വയറി ഉണ്ടായി എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ ചേഞ്ച് ഉണ്ടായത്. സോ അതിന് വ്യക്തമായ ഒരു ഉത്തരവും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ വിശേഷങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ പലരും നമ്മളോട് പേഴ്സണലി കോൺടാക്ട് ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ വേണ്ടതെന്ന് വെച്ചിട്ട് മറ്റൊരു ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് പലരും ചോദിച്ചിരുന്നു. അതിനുള്ള റീസൺ എന്താണെന്ന് നമുക്ക് അവനോട് തന്നെ ചോദിക്കാം. കാരണം അവനാണ് ഇവിടെ എറണാകുളം ഹോസ്പിറ്റലിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. സോ അവനോട് തന്നെ അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണെന്ന് ചോദിക്കാം. സോ എന്തായിരുന്നു മറ്റൊരു ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യേണ്ട റീസൺ എന്തായിരുന്നു? റീസൺ ആദ്യം തന്നെ എൻ്റെ പേര് ഷില്ലു, നമ്മുടെ ചാനലിലെ ക്യാമറമാനാണ്. ഹോസ്പിറ്റലിൽ ചേഞ്ച് ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം കോയമ്പത്തൂരാണ്. നമ്മൾ ആദ്യം ഇട്ട വീഡിയോ കണ്ടു കാണുമല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് കൺസൾട്ട് ചെയ്യാൻ പോയത്. അപ്പോൾ അവിടെ ഉണ്ടായ ഒരു അനുഭവത്തിൻ്റെ പുറത്താണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചേഞ്ച് ചെയ്യാനുണ്ടായത്. അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലായിട്ട് ഇഷ്യൂ ഒന്നുമല്ല കേട്ടോ. അതായത് കൺസൾട്ട് ചെയ്ത സമയത്ത് നമ്മൾ ആദ്യം ഇവരുടെ ഹോസ്പിറ്റലിലേക്ക് ആദ്യം കൺസൾട്ട് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കണം. നമ്മൾ അതായത് 2 സൈഡിലെയും ബാക്കിലെയും ഫ്രണ്ടിലെയും ഫോട്ടോ അയച്ചു കൊടുക്കണം. ഫോട്ടോ അയച്ചു കൊടുക്കുമ്പം അവർ ഗ്രാഫിനെ പറ്റി ഡീറ്റെയിൽസ് തരും. ഇനി അഥവാ അങ്ങനെ തരാൻ പറ്റാത്ത കേസ് അവർ ഡയറക്റ്റ് കൺസൾട്ട് ചെയ്യും. അങ്ങനെ ഡയറക്റ്റ് കൺസൾട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ കോയമ്പത്തൂർ പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷയല്ല ആകെ തകിടം മറിഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബേസിക്കലി ഞാനാ പോയത്. കൂട്ട് വന്ന പുള്ളിക്ക് ചെയ്യാമെന്നും പറഞ്ഞു, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു. ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു 7th ഗ്രേഡ്, അതായത് ഇവിടം തൊട്ട് ബാക്കിൽ ഇവിടം വരെ എൻ്റെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോയതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ഇത് ചെയ്യാൻ നിൽക്കണ്ട, ഫെയിലായി പോകുമെന്ന് പറഞ്ഞു. അവർക്ക് എടുക്കാൻ പറ്റത്തില്ലെന്ന് തന്നെ പറഞ്ഞു. അത് തീർത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു ചെയ്യണ്ട. അതായത് ഞാൻ കൺസൾട്ട് ചെയ്യാൻ എന്നെ ഷിഫ്റ്റ് ചെയ്ത് നേരെ പുള്ളിയുടെ കാര്യങ്ങളുടെ പിന്നെ അവർ തുറന്നു പറഞ്ഞു. തീർച്ചയായും തന്നെ നമ്മൾ പിന്നെ കൂടുതൽ അവരോട് തിരക്കാൻ പറ്റൊരു മെഡിസിൻ്റെ കാര്യം പോലും അവർ പിന്നെ സംസാരിച്ചു. ഞങ്ങൾ കൺസൾട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അവിടെ ഓക്കെ ആയിരുന്നു. അവിടെ എനിക്ക് മറ്റൊരു ഹോസ്പിറ്റൽ പിന്നീട് സെർച്ച് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. കാരണം ഞങ്ങൾ ഒരുപാട് നാൾ റിസർച്ച് നടത്തിയിട്ടാണ് ഞങ്ങൾ അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിൽ കണ്ടെത്തിയത്. കാരണം നമ്മൾ നോക്കിയത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും എന്നാൽ നല്ല റിസൾട്ട് ഉണ്ടായ ഒരു ഹോസ്പിറ്റലുമാണ് നമ്മൾ നോക്കിയത്. സോ എനിക്ക് അവിടെ ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്യുകയും ഞാൻ അവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയും അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ. നമ്മളത് കണ്ടിട്ടില്ലാത്തവർക്ക് നമ്മൾ കയറി കാണാം, ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ഒരുപാട് ഹോസ്പിറ്റലുണ്ട്. എന്നിട്ടും ഈ ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിലേക്ക് എങ്ങനെയാണ് വന്നെത്തിയത്? അതിനുള്ള കാരണം എന്താണ്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ മലയാളം എന്ന് സെർച്ച് ചെയ്യുന്ന ഒരുപാടുപെട്ട മലയാളികൾക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലായിരിക്കും ഇത്. കാരണം അത്രയ്ക്കും റിസൾട്ടും അവർക്ക് അത്രയും ടെക്നോളജി, എനിക്ക് തോന്നുന്ന കേരളത്തിൽ ഇത്രയും കൂടുതൽ ടെക്നോളജീസ് കൊണ്ടുവരുന്ന ഒരു ഹോസ്പിറ്റൽ വേറെ ഇല്ലെന്ന് തോന്നുന്നു. അപ്പം ആ റിസൾട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവിടെ കൂടുതലും ഇവർ ഏത് കേസും എടുക്കും. അതായത് ഇപ്പം നമ്മൾ കഷണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു 3rd 4th ഗ്രേഡ് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ചെയ്തു തരാമെന്ന് പറയുന്നത് ശരിക്കും ഒരു സർവീസായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് അനുഭവപ്പെട്ട കാര്യം ഇതായിരുന്നു. കാരണം അവർ പറയുന്നത് എനിക്ക് അവിടെ ഒന്ന് മനസ്സിലായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലും അവർ കൂടുതലും അഡ്വർടൈസ്മെൻറ്റ് അവരുടെ റിസൾട്ട് വൈസ് അവർ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഫോട്ടോ അയച്ചു കൊടുക്കാനൊന്നും നിന്നില്ല, ഡയറക്റ്റ് പോയി കൺസൾട്ട് ചെയ്യായിരുന്നു. കൺസൾട്ട് ചെയ്ത സമയത്ത് പുള്ളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഡോക്ടർ ചെക്ക് ചെയ്ത് പറഞ്ഞൊരു 3000 to 3500 മാക്സിമം ഗ്രാഫ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ എല്ലാ ഹോസ്പിറ്റലും 4000 ആണ് ഫസ്റ്റ് സിറ്റിംഗ് പറയുന്നത്. അപ്പം മിനിമം ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ടു ഒരു ഡെൻസിറ്റി ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര നമ്മൾ ചെയ്യണം. അപ്പം എനിക്ക് മറ്റോടത്ത് അവർ അതുപോലും പറഞ്ഞില്ല. ഇവർ എന്നോട് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ആദ്യം ഡോക്ടറോട് ഇത്രയും മാത്രമേ ചോദിച്ചുള്ളൂ, ഇത് ചെയ്യാൻ പറ്റുമോ, ഓക്കെ ആണോ ഡോക്ടർ, നമുക്കിത് റിസൾട്ട് കിട്ടുമോ, ഇത്രേ ചോദിച്ചുള്ളൂ. ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാം, ധൈര്യമായിട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല, ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെ അങ്ങ് ചൂസ് ചെയ്യായിരുന്നു. കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് ഗ്രാഫ്റ്റിന്റെ ഇഷ്യൂ മൂലമാണ് അവർക്ക് അവിടെ ചെയ്യാൻ കഴിയാഞ്ഞെന്ന് പറഞ്ഞു. അതായത് ഗ്രാഫ്റ്റ് കുറവാണ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിന്റെ ക്വാളിറ്റി മോശമാണ് എന്നൊക്കെ പറയുന്നുണ്ടാണ്. പക്ഷെ ഇവിടെ എറണാകുളത്ത് വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇല്ല. അതായത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എറണാകുളത്ത് നിന്ന് എനിക്ക് എൻ്റെ ഭയങ്കര ഡിഫറൻസാണ് 2 ഹോസ്പിറ്റലും തോന്നി. കാരണം നമുക്ക് ആ ചെന്ന സമയത്ത് തന്നെ നമ്മുടെ തല കാണൂല്ലോ, ഒരു കാണുന്ന സമയത്ത് തന്നെ ഇവർ ചെയ്യാമെന്നങ്ങ് പറഞ്ഞു. മറ്റേടത്ത് ഇവർ പറയുന്നു ഇത് ചെയ്തിട്ട് സാർ ഇത് വെറുതെ ചെയ്ത് കഴിഞ്ഞാൽ ഫെയിലായി പോകും, ചെയ്യണ്ടെന്ന് പറഞ്ഞ് അവിടെ നിർത്തി. നിങ്ങളിത് ചെയ്യാതിരിക്കാൻ നല്ലതെന്ന് കൂടെ എന്നോട് അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമില്ല, ഇത് നമുക്ക് ചെയ്യാവുന്ന കേസുകൾ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മളല്ലാതെ അവരുടെ പേജും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളത് നല്ല 7th വളരെ ഇറങ്ങിയ കേസുകൾ അവർ അറ്റൻഡ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ആ ഒരു പ്രതീക്ഷയുടെ പുറത്ത് തന്നെയാണ് പോയത്. അവർ ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ ഒരു ഡേറ്റ് തന്ന് നമ്മൾ അപ്പോൾ
അതിനുശേഷം അവർ നമ്മൾ പാക്കേജിനെ പറ്റി സംസാരിക്കുന്നു. പാക്കേജ് എന്ന് പറയുന്നത് FUE റിയൽ ടൈം FUE പ്ലസ് സഫയർ ബ്ലേഡ്. എന്താ ഈ FUE റിയൽ ടൈം FUE അതൊക്കെ എന്താ? FUE എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരുപാട് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് അതാണ്. അതായത് ഫോളിക്കിൾസ് യൂണിറ്റ് എക്സ്ട്രാക്ഷൻ അതാണ്. അതായത് ഇവർ നമ്മുടെ ഹെയർ ഗ്രാഫ്റ്റ് എടുത്തതിന് ശേഷം എന്തോ ലിക്വിഡിനകത്ത് വെച്ചതിന് ശേഷം അതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്, ഇംപ്ലാന്റ് ചെയ്യുന്നത്. രണ്ടാമതാണ് ഇംപ്ലാന്റ് ചെയ്യുന്നത്. ആദ്യം ഫസ്റ്റ് ഫുള്ള് ഗ്രാഫ്റ്റ് അപ്പ് എടുക്കും. ആദ്യം ഫുള്ള് എടുക്കും. ഫുള്ള് എടുത്തതിന് ശേഷം ലിക്വിഡ് വെച്ചതിന് ശേഷമാണ് അവർ ചെയ്യുന്നത്. മറ്റേന്ന് പറയുന്നത് റിയൽ ടൈം എന്ന് പറയുന്നത് നമ്മൾ ഗ്രാഫ്റ്റ് എടുക്കുന്ന അറ്റ ടൈം തന്നെ അവർ ഇംപ്ലാന്റ് ചെയ്യും. ഇവിടെ ഹോൾസും അവർ സെറ്റ് ചെയ്തിട്ട് അറ്റ ടൈം അതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല. അപ്പം അതിന് ഗ്രോത്ത് ഫാക്ടർ കൂടും. അതിനാണ് കുറച്ചുകൂടെ സക്സസ് റേഷ്യോ പറയുന്നത്. അപ്പൊ അതിനാണ് ഈ മൂന്നാമത് പറയുന്നത് സഫർ ബ്ലേഡ് എന്ന് പറയുന്ന സാധനം. സഫയർ ബ്ലേഡ് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എന്തോ ടെക്നോളജി. എനിക്ക് തുർക്കിയിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള ഫോളിക്കിൾസിനെ ഡാമേജ് ചെയ്യാതെ സർജറി കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് ചെയ്യാനുള്ള ഒരു ടെക്നോളജിയാണ്. ഇപ്പോൾ ഈസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു 7th ഗ്രേഡുള്ള ആൾക്കൊന്നും അതിന്റെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഒരു 4000-5000 ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ കുറച്ചുകൂടെ, കാരണം തിക്നെസ് വെക്കാൻ വേണ്ടിയിട്ടാണ് അത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ആകെ കൂടെ ഇത്രയും നെറ്റ് കയറിയവർക്ക് 2500 എന്നൊക്കെ പറയുന്നത്. അല്ല, അപ്പൊ അതില് ഈ എമൗണ്ടിൽ വ്യത്യാസം വരും. എമൗണ്ടിൽ ഒരു 20,000 എക്സ്ട്രാ സഫർ ബ്ലേഡ് യൂസ് ചെയ്യണമെങ്കിൽ മാത്രം പേയ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ മറ്റ് ഇത് തമ്മിലുള്ള വ്യത്യാസം FUയും റിയൽ ടൈം FU തമ്മിലുള്ള എമൗണ്ടിൽ എന്താ വ്യത്യാസം? അവിടെയുണ്ട്. മറ്റേ FUE നോർമൽ FUE പാക്കേജാണ് ഞാൻ എടുത്തത്. അതിന് 20 രൂപ പെർ ഗ്രാഫിന് വരുന്നത്. റിയൽ ടൈം ആകുമ്പോൾ 30 രൂപ വരും. അത്രയും വ്യത്യാസം വരും. അവിടെ നടന്ന ഈ സർജറിയുടെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഒരു നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളോട് 8 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിരുന്നത്. നമ്മൾ 8 മണിക്ക് തന്നെ ചെല്ലുകയും ചെയ്തു. ചാർജിലുണ്ടായിരുന്ന ഡോക്ടറെ കണ്ടു. പുള്ളി മറ്റേ ഹെയർ ലൈൻ ഇട്ട് തന്നു. അവിടെ ചെറുതായിട്ടൊന്ന് പണി പാളി. കാരണം നമ്മളോട് 3000 to 3500 ആയിരുന്നു അന്ന് നമ്മളെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഓർക്കുന്നില്ലേ? അപ്പൊ അന്ന് ആ സമയത്ത് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും ട്രിം ചെയ്ത സമയത്ത് ഹെയർ ലൈൻ ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മാക്സിമം അവർ പറഞ്ഞു 2500 പറ്റൂ. അതിൽ മാക്സിമം ശ്രമിക്കാം, അത്ര എടുക്കാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ അന്നേരം വണ്ടർ അടിച്ചു പോയി. കാരണം 7th ഗ്രേഡുള്ള എനിക്ക് ഇവിടുന്ന് ഇവിടം വരെ 2500 ഗ്രാഫ്റ്റ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എനിക്ക് അന്നേരം തന്നെ എനിക്ക് മനസ്സിൽ തോന്നി. പിന്നെ ഇനി എന്തായാലും ഇറങ്ങി തിരിച്ചു ചെയ്തേക്കാന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് കണ്ണും കൂട്ടി ചെയ്യുമായിരുന്നു. അവരതപ്പം ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അവര് പറഞ്ഞു ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു. ഇതല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ടോ, മെഡിസിൻ ഒക്കെ എടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. കാരണം നമ്മൾ ചെന്ന സമയത്ത് ഒരാള് കണ്ണൂരിന്നൊക്കെ പാർട്ടീസ് വന്നിട്ട് അവർ മെഡിസിൻ കഴിഞ്ഞ 6 മാസമായിട്ട് മെഡിസിൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നല്ല രീതിയിൽ റിസൾട്ടും ഉണ്ട്. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ലാബ് ഓപ്ഷൻ ഇനി മെഡിസിൻ തുടങ്ങാനുള്ള ഒരു ഇതില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ സർജറിക്കായിട്ട് നിന്നത്. അപ്പം എന്ത് പറഞ്ഞാലും സർജറി അങ്ങ് ചെയ്തേക്കാന്ന് വെച്ചാൽ സർജറിക്ക് കയറുമായിരുന്നു. അപ്പം നീ ചോദിച്ചില്ല ഈ 2500 ഗ്രാഫ്റ്റ് കൊണ്ട് നിനക്ക് ഫില്ലിങ് കിട്ടുമോ എന്നുള്ളത് ചോദിച്ചില്ല? ഞാൻ ചോദിച്ചു. പക്ഷെ നമ്മൾ അവരുടെ പേജിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്താണെങ്കിൽ 2500 ഗ്രാഫ്റ്റ് കണ്ടിട്ടുണ്ട്. അവർ ചെയ്യുന്ന കേസ് കണ്ടിട്ടുണ്ട്. അതായത് മറ്റു ഹോസ്പിറ്റലിൽ ഫെയിലായ കേസ് ഇവിടെ വന്നിട്ട് 2500 ഫില്ല് ചെയ്ത് കൊടുത്ത കേസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിവിടെ പോകുന്നത്. അപ്പനെ എന്ത് ആയാലും ചെയ്തേക്കാന്ന് വെച്ചു. സർജറിക്ക് കയറുമായിരുന്നു. 7 മണിക്കൂർ പ്രൊസീജിയറാണ് കേട്ടോ. നമ്മൾ ഒരു 8 മണിക്കൂർ നമ്മൾ കിടക്കും. അപ്പം അത് ചിലവർക്ക് ബുദ്ധിമുട്ടാവാം. എനിക്ക് പേഴ്സണലി അങ്ങനെ വലിയ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. ട്രാൻസ്പ്ലാന്റേഷൻ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? പെയിനോ അല്ലെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? പെയിൻ്റെ കാര്യം പറയുന്ന സമയത്ത് എനിക്ക് ലോക്കൽ അനസ്തീഷ്യ തന്ന സമയത്ത് എനിക്ക് അവരെല്ലാവരും തന്നിരുന്നു. പക്ഷേ എനിക്ക് ലെഫ്റ്റ് സൈഡ് ചെയ്ത സമയത്ത് ചെറിയ രീതിയിൽ പെയിൻ ഉണ്ടായി. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരത് പെട്ടെന്ന് അത് റിക്കവർ ചെയ്ത് തന്നു. എനിക്ക് ഈ ഒരു സൈഡിൽ നിന്ന് എടുത്ത സമയത്ത് എനിക്ക് ചെറിയ രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അവരങ്ങ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തോണ്ടായിരിക്കും. ട്രാൻസ്പ്ലാന്റേഷൻ സമയത്ത് ഇതുപോലെ BP വേരിയേഷൻ ഒക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ഈ പൾസ് റേഷ്യോ കൂടിയതൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. നമുക്ക് അവരെന്താ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കുന്നത്? എങ്ങനെയാണ്? പിന്നെ അവർ നമ്മുടെ ഫുൾ സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അതായത് ഒരു ഡോക്ടറും 2 ടെക്നീഷ്യന്മാരും ഒരു നേഴ്സും അടങ്ങുന്ന ഒരു ടീമായിട്ടാണ് നമ്മളിവർ ചെയ്യുന്നത്. അപ്പം നമുക്ക് സത്യം പറയുന്നത് പാനിക്കാണ്ട് ഒരു കാര്യമില്ല. ഒരു കോസ്മെറ്റിക് സർജറി മാത്രമാണിത്. ഏതൊരു സർജറി സമയത്ത് ഇതൊക്കെ കോമൺ ഫാക്ടറാണ്. പൾസ് റേഷ്യോ കൂടുന്നതും BP കൂടുന്നതൊക്കെ അവരെന്തെങ്കിലും മെഡിസിൻ തന്നാൽ നോർമലാക്കി. എനിക്ക് അങ്ങനെ തന്നു പെട്ടെന്ന് ഞാൻ ഇവിടെ ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ കംപ്ലീറ്റ് ആവും തോന്നുന്നു എനിക്ക്, അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. അതായത് നമ്മളോടിപ്പം ഒരു 7 മണിക്കൂറത്തെ പ്രൊസീജിയർ ആയിട്ടാണ് പറയുന്നത്. 8 മണിക്കൂറോളം പ്രൊസീജിയറാണ് മാക്സിമം. അതായത് ഇപ്പോൾ മാക്സിമം എന്ന് പറയുമ്പോൾ ഒരു 4000 to
5,000 വരെ ചെയ്യുന്ന കേസുകളുണ്ടല്ലോ. അപ്പൊ അത്രയും ഹെവി കേസ് പോലും ഇവർ ഈ ടൈമിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ അതിലും കുറഞ്ഞ ടൈമിൽ നമുക്ക് ചെയ്തു പോകാം, അതിലും ഗ്രാഫ്റ്റ് കുറഞ്ഞ കേസൊക്കെ ആണെങ്കിൽ. അപ്പൊ ഈ 8 മണിക്കൂർ ഇങ്ങനെ ഒരേ ഇതിൽ ഇരിക്കുമ്പോഴത്തേക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും? ഇല്ല, നമുക്ക് റിലാക്സ് ആണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് റിലാക്സ് ആണുള്ള സംവിധാനമൊക്കെ ഉണ്ട്. പിന്നെ അവരോട് പറഞ്ഞാൽ മതി, അവർ ഫുൾ ടൈം അവർ നമ്മുടെ കൂടെ കാണും. അപ്പൊ നമുക്ക് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പാക്കേജിനൂടെ ലഞ്ച് ഫ്രീ ആയിരുന്നു. ലഞ്ച് ഫ്രീ ആണ്. 2 പ്രാവശ്യം നമുക്ക് ജ്യൂസും പ്രൊവൈഡ് ചെയ്തു. കാരണം ബ്ലഡ് ഒക്കെ ഒരുപാട് പോകുന്നതാണല്ലോ. അതിന്റെ ടൈമിൽ നമുക്കൊന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പല ഹോസ്പിറ്റലുകളും ഈ പാക്കേജിന്റെ കൂടെ തന്നെ PRP GFC ഒക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ എന്താ ശരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? ഞാൻ എടുത്ത പാക്കേജിനോട് അവർ പറഞ്ഞ 4 PRP പറഞ്ഞു. 4 PRP ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. 4 PRP. അപ്പം എടുക്കുന്നതിന് ഇത്ര ടൈം പീരീഡ് അങ്ങനെ? അതായത് ഫസ്റ്റ് PRP വരുന്നത് നമ്മുടെ സർജറി ടൈം തന്നെയാണ്. സർജറി കഴിഞ്ഞിട്ടുള്ള ടൈമിലാണ് ഫസ്റ്റ് PRP വരുന്നത്. ഓൺ ദ സ്പോട്ട് തന്നെ ചെയ്യും? സർജറിക്ക് ശേഷം അന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന ക്ലിനിക്കിൽ നിന്ന് പോരുന്നതിന് മുമ്പായിട്ട് ചെയ്യും അല്ലേ? പക്ഷെ എനിക്ക് അന്ന് എടുത്തില്ല. കാരണം എനിക്ക് ചില രീതിയിൽ പൾസ് റേഷ്യോ BP ഒക്കെ ഹൈ ആയി. അപ്പം അങ്ങനെ ബ്ലഡ് ഓവർഫ്ലോ ചെയ്യുന്ന കേസിലൊന്നും അവരങ്ങനെ എടുക്കാറില്ല. നമ്മൾ ഈ ഇപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നോ? എനിക്ക് ചെറിയൊരു ഇഷ്യൂ. കാരണം നമ്മൾ എല്ലാവർക്കും ചിലപ്പം അത്ര സ്മൂത്ത് ആയിട്ട് പോകണമെന്നില്ല ഈ സർജറി. കാരണം കോസ്മെറ്റിക് സർജറി ആണെങ്കിൽ പോലും ഈ ഒരുപാട് ടെൻഷനും പേടിയൊക്കെ ഉള്ളവർക്ക് സമയത്ത് പൾസ് റേഷ്യോ കൂടും. അപ്പം BP ഹൈ ആകുന്ന സമയത്ത് ബ്ലഡ് ഫ്ലോ കുറച്ച് കൂടും. അപ്പോൾ ഇവർക്ക് സർജറി ചെയ്യുന്ന സമയത്ത് ബ്ലഡിന്റെ ഫ്ലോ കൂടുതലായതുകൊണ്ട് ഒരുപാട് ബ്ലഡ് പോകാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഇവര് മരുന്ന് ചെയ്യത്തില്ല. കാരണം ബ്ലഡിലല്ലേ കിട്ടണ്ടേ. അങ്ങനെയുള്ള സമയത്ത് അവരത് ഒഴിവാക്കാനാണ് ശ്രമിക്കുക. എന്നോടത് പറഞ്ഞ അടുത്ത നമ്മുടെ ഹെഡ് വാഷിന്റെ ടൈമിൽ ഫസ്റ്റ് PRP എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഈ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 5 ദിവസമായി അല്ലെ? അപ്പൊ ഈ 5 ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൺട്രോളോ അല്ലെങ്കിൽ മെഡിസിനോ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ അവിടുന്ന്? മെഡിസിൻ നമുക്ക് ഒരു 7 ദിവസം ഒരാഴ്ചത്തേക്കുള്ള മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നു. പാക്കേജിന്റെ കൂടെ ഫ്രീ ആണ്. പിന്നെ കൺട്രോൾ എന്ന് പറയുന്ന സമയത്ത് ഓയിലി ഫുഡ് മാക്സിമം ഒഴിവാക്കുക. പിന്നെ മീറ്റ്, കട്ടിയുള്ള ഫുഡുകൾ കഴിക്കാൻ പാടില്ല. നമ്മൾ ഒരുപാട് ശക്തി എടുത്ത് ചവയ്ക്കാൻ പാടില്ല. അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓയിലി ഫുഡ് ഇത് രണ്ടും നമ്മൾ മെയിനായിട്ട് ഒഴിവാക്കണം. മുട്ടയും മീനും ഒക്കെ കഴിക്കാം. പക്ഷെ ബാക്കി ഈ ഇറച്ചി ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക. അപ്പം അവര് പ്രിഫർ ചെയ്യുന്ന വല്ല ഫുഡുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമുക്ക് നോർമലി വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊക്കെ എന്താണെങ്കിലും കഴിക്കാം. ഇനി എത്ര ദിവസം കഴിയുമ്പോഴത്തേക്കാ നമുക്ക് ഹെഡ് വാഷ് വന്നിരിക്കുന്നത്? ഹെഡ് വാഷ് പറയുന്നത് നമുക്ക് 10 ഡേയ്സ്. ആഫ്റ്റർ 10 ഡേയ്സ് കഴിയും. അത് മാത്രമല്ല, എനിക്ക് ബാൻഡേജ് റിമൂവ് ചെയ്തത് 3ാമത്തെ ദിവസം. സർജറിക്ക് ശേഷം 3ാമത്തെ ദിവസം ബാൻഡേജ് റിമൂവ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് വിടുന്ന ഈ ബാൻഡേജ് കൂടി തന്നെ വിടുന്നത്. അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അവർ നമുക്ക് പറഞ്ഞാ വിടുന്നത്. അത് നമുക്ക് അല്ലെ വീഡിയോ അയച്ചു തരും. നമുക്ക് ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ക്ലിനിക്കിൽ പോകും. അത് ക്ലിനിക്കിൽ പോകേണ്ട ആവശ്യമില്ല. അവർ പറയുന്ന പ്രകാരം നമുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. പിന്നെ ഈ സലൈൻ വാട്ടർ അപ്ലൈ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അത് നമുക്ക് ഓരോ 1 മണിക്കൂർ ഇടവിട്ട് അടിച്ചു കൊടുക്കണം. സലൈൻ വാട്ടർ അപ്ലൈ അത് 1 മണിക്കൂറൊന്നല്ല. നമുക്ക് എക്സ്ട്രാ ഡ്രൈ ആവുന്ന സ്കാൽപ്പ് ആണെങ്കിൽ അതിന് മുമ്പായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുക്കാം. അങ്ങനെ അത് ഹെഡ് വാഷിന് വേണ്ടിയുള്ള ഒരു പ്രിക്കോഷൻ പോലെയാണ് നമ്മളത് ചെയ്തത്. ആയിരിക്കും. ഈ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തെങ്കിലും പെയിനോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം പെയിൻ എനിക്ക് ഒരു 4-5 ദിവസം നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ബെഡ് റെസ്റ്റ് എടുത്ത് നല്ല രീതിയിൽ വാട്ടറും കൺസ്യൂം ചെയ്തു. കാരണം ഇവന് നല്ല രീതിയിൽ നീരുണ്ട്. നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും നല്ല രീതിയിൽ നീരിറങ്ങിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ വാട്ടറിൻ്റെ ഒക്കെ എടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നീരും കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ എനിക്കിപ്പോഴും ഇവിടെ തൊടുന്ന സമയത്തൊക്കെ പെയിൻ ഉണ്ട്. പുറമേ നല്ല രീതിയിൽ കരിവുണ്ടായിരിക്കും. പക്ഷേ അതോട്ട് എനിക്ക് തോന്നുന്നത് ഉള്ളിലോട്ട് കരിയാനുണ്ട്. ഇനിയും കരിയാനുണ്ട്. ടച്ചിങ് ഒക്കെ അറിയാൻ പറ്റും. ടച്ചിങ് അറിയാം, എന്നാലും ഒരു മരപ്പ് പോലെ. ആ ദിവസം ഇവിടെ മറ്റേ എന്താ ഒരു മുഴപ്പ് പോലൊക്കെ വന്നായിരുന്നു അല്ലേ? അത് അവര് ഞാൻ പറഞ്ഞു, നമ്മള് 3ാമത്തെ ദിവസമാണ് ബാൻഡേജ് റിമൂവ് ചെയ്തത്. ചിലപ്പോൾ അവരിങ്ങനെ ഒരു ക്രോസ് ബാൻഡേജിന് കെട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും മേബി ഇങ്ങോട്ട് നീരിറങ്ങാതെ നീര് എനിക്ക് ഇവിടെ മാത്രമേ കുറച്ച് വന്നുള്ളൂ. 2 ദിവസം കഴിഞ്ഞപ്പോൾ മാറുകയും ചെയ്തു. നല്ല രീതിയിൽ വെള്ളം കുടിച്ചായിരുന്നു. സോ ഇനി അടുത്ത നമുക്ക് ഹെഡ് വാഷ് ആണ് വരുന്നത്. അടുത്ത ദിവസം പോയി ഹെഡ് വാഷ് ചെയ്യുന്നതായിരിക്കും. ആഫ്റ്റർ 10 ഡേയ്സാണ് പറയുന്നത്. സോ അതിനുശേഷം നമ്മളൊരു ഡീറ്റെയിൽ കമ്പാരിസൺ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് പുതിയതായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് അതിൽ നിന്ന് വിച്ച് വൺ ഈസ് ബെസ്റ്റ് എന്ന് സെലക്ട് ചെയ്യാൻ കഴിയും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.